അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ പരാജയ സമ്മതമാണ്. നേരായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നടത്തുന്ന വിഫല ശ്രമങ്ങളാവും. രണ്ട്, പാലക്കാടിനെ ഒരു കാരണവശാലും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഇത് നോർത്ത് ഇന്ത്യയിൽ BJP പയറ്റുന്ന പൊളിറ്റിക്സ് അല്ല കേരളത്തിലേത്, പാലക്കാട്ടേത് പ്രത്യേകിച്ചും. അപ്പൊ പല വഴിക്ക് ശ്രമിച്ചിട്ടും പല കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്നിട്ടും പലതരത്തിലുള്ള ശ്രമങ്ങളും കുതന്ത്രങ്ങളും നടത്തിയിട്ടും അതൊന്നും വേശുന്നില്ല എന്നുള്ള ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ വിസിറ്റിന് പോലും ഒരു ഇമ്പാക്റ്റും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും വോട്ടർമാർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല വോട്ടർമാര് എന്നുള്ളത് അവര് റിസൾട്ട് കഴിയുമ്പോൾ അറിയും. അടുത്തതിന് പറയാനുള്ളത്, ശക്തമായ നടപടികൾ ഇതിനകത്ത് സ്വീകരിക്കണം. പാലക്കാട് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ഉൾപ്പെടെ അതിന്റെ പരാതികൾ കൊടുക്കും. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും BJP കമ്മീഷനായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അതിശക്തമായ നടപടികൾ ഇതിൽ എടുക്കാവുന്നതാണ്. അയോഗ്യത കൽപ്പിക്കേണ്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നടന്നിട്ടുള്ളത്. അതീവ ഗുരുതരവും ഗൗരവതരവുമായിട്ടുള്ള കാര്യമാണ്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണ്. അതീവ ഗുരുതരവും ഗൗരവകരമായിട്ടുള്ള കാര്യം. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കൊപ്പമല്ല നിൽക്കുന്നത് എങ്കിൽ എന്നുള്ള കാര്യം തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കുമെന്നതടക്കം പറയുന്നു. പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിട്ട് പോലും അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ തരത്തിൽ ചർച്ചയാകുന്നു ഈ വിഷയം. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു BJP സ്ഥാനാർത്ഥി.